ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു സോളാർ ഇൻവെർട്ടർ നമുക്ക് തന്നെ സിമ്പിളായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്നത്. ആദ്യമേ തന്നെ നമുക്ക് ഇതിൻ്റെ ഡിവൈസ് കാര്യങ്ങളൊക്കെ ഇത് പരിചയപ്പെടാം. നമ്മൾ സോളാർ പാനൽ വെച്ചിരിക്കുന്നത് മുകളിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ വരുന്നത് ആ പച്ച കാണുന്നുണ്ട്, പച്ച ഒരു ചെറിയൊരു പെട്ടി കാണുന്നതാണ് MPPT വരുന്നത്. അത് ചാർജ് കൺട്രോളറാണ് വേണ്ടത്. അതിൽ നിന്ന് താഴെ വരുന്നത് നമുക്ക് DC കൺട്രോളിങ് കാര്യങ്ങളെല്ലാം വരുന്നത് അതിൻ്റെ അകത്താണ് വരുന്നത്. ഇതിലേക്കാണ് ഡയറക്റ്റ് പാനലിൽ നിന്ന് വരുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് വരുന്ന വോൾട്ടേജ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് അറിയാൻ സാധിക്കും. എത്ര വോൾട്ടേജാണ് വരുന്നത്, എത്ര വോൾട്ടേജാണ് ഔട്ട്പുട്ട് വരുന്നത്, ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം തന്നെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. ചാർജിങ് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് അറിയാൻ പറ്റും. അതായത് DC ആണ് ഇതിൽ നിന്ന് പാനലിൽ നിന്ന് നേരിട്ട് ഇവിടേക്ക് വരുന്നത്. അതിനുശേഷം DC തന്നെ നേരെ നമ്മുടെ റെഗുലേറ്റ് ചെയ്ത്, അതായത് DC വരുന്ന വോൾട്ടേജ് ഹൈ വോൾട്ടേജ് ആയിരിക്കും വരുന്നത്, പാനലിൽ നിന്ന് വരുന്നത്. അത് വരുന്ന വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്ത് നമ്മുടെ ആവശ്യാനുസരണം നമ്മൾ എത്രയാണ് ഉദ്ദേശിക്കുന്ന വോൾട്ടേജ്, ആ വോൾട്ടേജാണ് നമ്മുടെ ബാറ്ററിയിലേക്ക് കൊടുക്കുന്നത്. ഇനി നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന പാനലാണ് 540 വാട്ടിൻ്റെ പാനലാണ്, വാരിയുടെ പാനലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇത് ആണ് നമ്മൾ ഈ പറയുന്ന പാനലാണ് നമ്മൾ മുകളിൽ സൺലൈറ്റിൻ്റെ അവിടെ സ്ഥലത്ത് കൊടുത്തു വയ്ക്കുക. അതിൻ്റെ അത് പ്ലസ്സും മൈനസുമായിട്ട് 2 പോയിൻറ്റുകളാണ് നമുക്ക് പാനലിൻ്റെ ഔട്ട് വരുന്നത്. ഒന്ന് പ്ലസ്, ഒന്ന് മൈനസ്. അപ്പോൾ ഈ പറയുന്ന 2 സോക്കറ്റുകളാണ് ഈ കാണുന്നത്. ഈ സോക്കറ്റുകളിലേക്കാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. ഈ 2 സോക്കറ്റിൽ നിന്നും പ്ലസ്സും മൈനസുമായിട്ട് വരുന്ന സോക്കറ്റിൽ നിന്നും അത് മാർക്കിംഗ് ഉണ്ടാവും, പ്ലസ്സും ഉണ്ടാവും മൈനസും മാർക്കിംഗ് ഉണ്ടാവും. ആ മാർക്ക് ചെയ്ത സോക്കറ്റിൽ നിന്നും നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ 6 സ്ക്വയർ എമ്മോ 4 സ്ക്വയർ എമ്മോ വയറായിട്ട് നമ്മൾ മുകളിൽ നിന്നും വയറിങ് ചെയ്ത് നേരെ കൊണ്ടുവരുന്നത് ഒരു സെപ്പറേറ്റ് ഒരു MCB ആണ് കൊടുക്കുന്നത്. അതായത് DC MCB കൊടുക്കുന്നു. ആ MCBയിലേക്കാണ് ഡയറക്റ്റ് വരുന്നത്. അത് നേരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളതിലേക്ക് കൊടുക്കുന്നത്. ആദ്യമേ തന്നെ ഡയറക്റ്റായിട്ട് വരുന്നത് നേരെ നമ്മുടെ പാനലിൽ നിന്ന് വരുന്ന 2 വയർ നേരെ വന്ന് MCBയിൽ വന്നതിന് ശേഷം അതേ 2 വയർ പ്ലസ്സും മൈനസും, അതായത് DC വോൾട്ടേജ് നേരെ വരുന്നത് നമ്മുടെ MPPTയുടെ പ്ലസ്സും മൈനസിലേക്ക് ഇൻപുട്ടിലുണ്ട്. ഇൻപുട്ട് പാനലിൽ നിന്ന് കറക്റ്റായിട്ട് അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ കണക്ട് ചെയ്തു. അതിനുശേഷം ഔട്ട്പുട്ട് വരുന്നത്, അതായത് MPPT ഔട്ട് വരുന്നത് പ്ലസ്സും മൈനസുമായിട്ട് തന്നെ ഔട്ട്പുട്ട് തന്നെ 12 വോൾട്ട്, ഏത് വോൾട്ടേജാണ്, എത്ര വോൾട്ടേജാണ് നമ്മൾ ഇൻവെർട്ടർ യൂസ് ചെയ്യുന്നത്, അതിനനുസരിച്ചുള്ള വോൾട്ടേജാണ് ഔട്ട്പുട്ട് നമ്മൾ വരുന്നത്. ഇത് വരുന്നത് പ്ലസ്, ആ MPPTയുടെ പ്ലസ് ഔട്ട് വരുന്നത് നേരെ ബാറ്ററിയുടെ പ്ലസ്സിലേക്ക് കൊടുത്തു. രണ്ടാമത് നെഗറ്റീവ് വരുന്നത് നെഗറ്റീവിലേക്കും കൊടുത്തു. പിന്നെ നമ്മൾ നോക്കി അറിയാൻ പറ്റും, ഇൻവെർട്ടറിൻ്റെ പ്ലസ്സും മൈനസുമായിട്ടുള്ള 2 വയർ 10 സ്ക്വയർ എമ്മ വയർ കാണാൻ സാധിക്കും. മൈനസ് എന്ന് പറയുന്ന വയർ ബാറ്ററിയുടെ മൈനസിലേക്ക് കൊടുത്തു, പ്ലസ് എന്ന് പറയുന്ന വയർ ബാറ്ററിയുടെ പ്ലസ്സിലേക്ക് കൊടുത്തു. അപ്പോൾ ബാറ്ററിയുടെ അടുത്തേക്കാണ് നമ്മുടെ പാനലിൽ നിന്നും MPPTയിൽ നിന്ന് വരുന്ന വയർ നമ്മൾ ബാറ്ററിയിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇൻവെർട്ടറിൻ്റെ കണക്ഷൻ ഏകദേശം ഓക്കെ ആയി കഴിഞ്ഞു. ഇനി നമ്മൾ സോളാർ കാര്യങ്ങളെല്ലാം ഓക്കെ ആകുമ്പോൾ അതിൻ്റെ ചാർജിങ് കാര്യങ്ങളെല്ലാം വരുന്ന സമയത്ത് ഡേ ടൈമിൽ വരുന്ന സൂര്യപ്രകാശം അനുസരിച്ചിട്ട് വരുന്ന വോൾട്ടേജ് കാര്യങ്ങളനുസരിച്ചിട്ട് നമ്മൾ ചാർജിങ് നടന്നുകൊണ്ടിരിക്കും. ഇനി വരുന്നതെന്ന് വെച്ചാൽ ഇൻവെർട്ടറിൻ്റെ സെക്ഷനാണ്. ഇൻവെർട്ടറിൻ്റെ സെക്ഷൻ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നോർമൽ ലെവലിലാണ് ചെയ്തിരിക്കുന്നത്. റൈറ്റ് സൈഡ് കാണുന്ന പ്ലഗ് നമുക്ക്, അതായത് സോളാർ ആണെങ്കിൽ കൂടിയും നൈറ്റ് ടൈം നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ചാർജിങ് എന്തെങ്കിലും കംപ്ലയിൻറ്റോ അല്ലെങ്കിൽ പറഞ്ഞ ചാർജ് ഫുള്ളായിട്ട് ബാറ്ററിയുടെ ചാർജ് ഫുള്ള് ഇറങ്ങിപ്പോകുന്ന സമയത്ത് നമുക്ക് ആ സെക്ഷനിൽ ഇൻവെർട്ടർ സെക്ഷനിൽ കൊടുത്തിരിക്കുന്ന ലൈറ്റുകളൊന്നും വർക്ക് ചെയ്യില്ല. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് KCBയിൽ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് രാത്രി ടൈമിൽ, അതായത് ബാറ്ററിയുടെ ബാക്കപ്പ് തീർന്നതിന് ശേഷം നമുക്ക് സോളാറിൻ്റെ ബാറ്ററി എന്തായാലും സോളാറിന് ചാർജ് ചെയ്ത് അത്യാവശ്യം തീരുന്ന ഒരു 4-5 മണിക്കൂർ കഴിയുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു 5 നമ്മൾ ഉപയോഗം അനുസരിച്ചിട്ട് കുറയാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്നും ചാർജിങ് സെക്ഷൻ ഓക്കെ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ KCB ഇതിൽ നിന്നും ചാർജിങ് സെക്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ നേരത്തെ കണ്ടു, അത് നേരെ ഇൻവെർട്ടർ സെക്ഷനിലേക്ക് പോകുന്നു. ഇതാണ് നമ്മൾ പറഞ്ഞൊരു ബാറ്ററിയുടെ കണക്ഷൻ. ഇത്രയാണ് നോർമൽ ലെവലിൽ ഒരു ഇൻവെർട്ടറിൻ്റെ കണക്ഷൻസ് സിമ്പിളായിട്ട് വരുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് തന്നെ ഒരു സോളാർ സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഒരു ഡയറക്ഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ, പാനലിൻ്റെ ഡയറക്ഷനൊക്കെ അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ ഞാൻ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഡീറ്റെയിൽസ് അതിൻ്റെ പിൻ ചെയ്ത് കൊടുത്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good.